അപ്രതീക്ഷിതമായ വൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണല്ലോ ഇടതുമുന്നണി കേരളത്തിൽ. ഇടതുമുന്നണി പ്രവർത്തകരെയും അഭ്യുദയകാംക്ഷികളെയും ഏറെ നിരാശപ്പെടുത്തിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത്. 2001 40 സീറ്റുമായി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അതിനേക്കാൾ വലിയ പരാജയമാണ് 35 സീറ്റുമായി 2026 തെരഞ്ഞെടുപ്പ്. തോൽവിയുടെ ആഴങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ഇടതുപക്ഷം പാടെ ഒലിച്ചു പോയിട്ടില്ല എന്ന് മനസ്സിലാകും. ഏകദേശം 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2,41,42,952 പേർക്ക് വോട്ടവകാശമുണ്ടായിരുന്നു. അതിൽ 2,15,63,574 പേർ വോട്ട് ചെയ്തതായി കണക്കാക്കുന്നു. 1,51,695 വോട്ടുകൾ UDFന് ലഭിച്ചപ്പോൾ LDFന് 81,28,438 വോട്ടുകൾ ലഭിച്ചു. ശതമാനത്തിൽ പറഞ്ഞാൽ UDFന് 46.54%, LDFന് 37.64%, 8.9% വോട്ടുകളുടെ വ്യത്യാസം. NDAക്ക് ലഭിച്ചതാകട്ടെ 30,66,385, അതായത് 14.2%. LDF UDF തമ്മിലുള്ള വോട്ട് വ്യത്യാസം 19,23,257 വോട്ട്. കേരളത്തിൽ ആകെ എടുത്താൽ 30,505 തെരഞ്ഞെടുപ്പ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. ഒരു ബൂത്തിൽ ശരാശരി 900 വോട്ടുകൾ. പറഞ്ഞു വരുന്നത് 30,505 ബൂത്തുകളിൽ ശരാശരി 32 UDFന് ലഭിച്ച വോട്ടുകൾ LDFന് ലഭിച്ചിരുന്നുവെങ്കിൽ ചിത്രം ഇതാകുമായിരുന്നില്ല. UDFനേക്കാൾ വോട്ട് കണക്കിൽ ഒന്നാമതാകുമായിരുന്നു. ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ബൂത്തിൽ UDFന് വോട്ട് ചെയ്ത 32 പേർ വീതം മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്തിയേനെ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ മിനിമം 32 പേർ ഇടതുപക്ഷത്തിനെതിരായി നിലപാടെടുത്തു എന്ന് മനസ്സിലാക്കാം. Subscribe and follow me.